ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണം വീഡിയോ ആണ്. ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന എൻ്റെ രണ്ട് ചേട്ടന്മാരാണ്, നീല ഷർട്ടിട്ടാണ് എൻ്റെ ഏട്ടൻ. അപ്പം രാവിലെ പള്ളിയിൽ പോയിട്ട് വേദപാഠം ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പരിപാടി. പിന്നെ വലിയവർക്ക് 9 മണിക്കായിരുന്നു പള്ളിയിൽ വരേണ്ടത്. അതുകൊണ്ട് എനിക്ക് പള്ളിയിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ അങ്ങനെ പള്ളിയിൽ അമ്മ എല്ലാം എത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളെ ബലൂൺ പൊട്ടിക്കൽ മത്സരമാണ്. പിന്നെ വാല് വരയ്ക്കലായിരുന്നു. അത് എൻ്റെ ക്ലാസ്സിൻ്റെയാണ്. ഞാൻ ആദ്യം തന്നെ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ വാല് പറിച്ചുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വാലില്ല വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷെ എനിക്ക് പകുതി വാലുണ്ടായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് സിസ്റ്ററാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. പിന്നെ ലാസ്റ്റ് ഞാനും ഒരു ബോയും കൂടിയായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാനും ഒരു ബോയും കൂടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായത്. അപ്പം ഇപ്പം നമ്മൾ 3 ആളാണ് ഉള്ളത്. അപ്പം ആ വെള്ളയും ബ്ലാക്കും ഇട്ട ബോയില്ലേ, അവന് ഫസ്റ്റും എനിക്ക് സെക്കൻഡുമാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ 2 ആളും കൂടിയിട്ടായിരുന്നു കളിക്കുന്നുള്ളത്. അവ വാല് കുറച്ചപ്പോഴൊക്കെ എൻ്റെ പാവടയായിരുന്നു ഊരിയിട്ടുണ്ടായത്. പിന്നെ കസാരക്കളിയായിരുന്നു. നമുക്ക് 2 പരിപാടിയാണുള്ളത്, ഒന്ന് വാല് പറിക്കലും ഒന്ന് കസാരക്കളിയും. അപ്പം ഇതിൽ ഞാൻ തോറ്റു പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഓണപ്പരിപാടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പള്ളിയെല്ലാം വിട്ടിട്ടാണ് ഫോട്ടോഷൂട്ടിന് പോയത്. നമ്മളെ വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ രാത്രി ആയിന്. അങ്ങനെ കുറേ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. പിന്നെ കുറച്ച് വലിയൊരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ മുമ്പേ ഒരു ഏട്ടന്, ഇങ്ങനെ ഏട്ടനല്ല, ഒരു ഗേള് ഏച്ചി ഇരുന്നിട്ട് കസാര ഇങ്ങനെ ബാക്കോട്ട് വീണ ആ കസാരയും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അച്ഛൻ പറഞ്ഞായിരുന്നു അങ്ങനെ നോക്കിയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്, മെല്ലണേ ഇരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഏച്ചി നമ്മളെ കൂട്ടത്തിലല്ല, വേറൊരു കസാര കളിക്കായിരുന്നു. എന്നിട്ട് ആ ഏച്ചി ഇരുന്നപ്പോഴേക്കന്നെയും കസാര പൊട്ടി. പിന്നെ വേറൊരു ഏച്ചി ഇരുന്നപ്പോഴേക്കന്നെയും കസാര പൊട്ടി. 2 പ്രാവശ്യം പൊട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വലിയവരും ഏച്ചിമാരെല്ലാം ബലൂൺ മത്സരമായിരുന്നു, ബലൂൺ പൊട്ടിക്കൽ മത്സരമായിരുന്നു. ഞാൻ
ഉണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ. ആരാ ജയിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അപ്പുറത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവർ കളിക്കുന്നത് എനിക്ക് കാണാം, പക്ഷേ ആരാ ജയിച്ചതെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ സദ്യ തിന്നു. ഓരോരോ യൂണിറ്റിനും ഓരോരോ സംഭവങ്ങളാണ് വെച്ചിട്ട് ഓരോരോ സാധനങ്ങൾ വെക്കുന്നത്. നമുക്ക് യൂണിറ്റിന് കിട്ടിയത് സാമ്പാറാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ വെച്ചു. വേറെ വേറെ യൂണിറ്റിന് ഇങ്ങനെ ചോറും ഇതെല്ലാം അച്ചാറും ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ താറാവ് പിടിക്കൽ മത്സരമായിരുന്നു. ഇത് പെണ്ണുങ്ങളെ മത്സരമാണ്, ഗേൾസിൻ്റെ. ആദ്യം തന്നെ നമ്മൾ ബെഞ്ച് മാത്രം വെച്ചപ്പോൾ താറാവ് അങ്ങോട്ട് പോയിട്ടാ. എന്നിട്ട് നമ്മൾ എന്താ അതിനെ പിടിച്ച്, പക്ഷേ അത് എടിയോ പോയി. പിന്നെയും നമ്മൾ പിടിച്ച് പിന്നെ അത് പോയി. അങ്ങനെ നമ്മളത് സാരീൻ്റെ തുണിയെല്ലാം വെച്ചിട്ടാണ് അത് നമ്മൾ കളിച്ചത്. ഞാനും എൻ്റെ ഫ്രണ്ട്സെല്ലാം അവിടെ നിന്ന് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആൻറ്റിക്കാണ് താറാവിനെ കിട്ടിയത്. പിന്നെ ബോയ്സിൻ്റെ ആയിരുന്നു. ഇതിങ്ങനെ ബെഞ്ച് വെച്ചുകൊണ്ട് ആ താറാവ് ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. നോക്കിക്കോ, അങ്ങനെ പറന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാരി ഓടിക്കാൻ വന്നത്. അതിലൊരേട്ടൻ ജയിച്ചു. പിന്നെ വടംവലിയായിരുന്നു. അത് ആണുങ്ങളതാണ്. ഒരു എ ടീമും ബി ടീമും ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായത്. എനിക്ക് തോന്നുന്നത് ടീം ബി ആണ് ജയിച്ചതെന്നാണ്. അപ്പോഴേക്കന്നെ ടീം ബി ആണ് ജയിച്ചത്. പിന്നെ കുപ്പി വെള്ളം നിറക്കൽ മത്സരമില്ലേ, അതായിരുന്നു. ഇത് വലിയവരെയാണ്, ഞാൻ ചെറിയവരെയാണ് കണ്ടത്. ഇത് പിന്നെ ഗേൾസിൻ്റെതാണെന്ന് പറയേണ്ടതാണ്. പക്ഷേ ടീം എയിൽ ഫുള്ള് അമ്മമാരും ടീം ബിയിൽ മക്കളുമാണുള്ളത്. എന്നിട്ട് അമ്മമാരാണ് ജയിച്ചത്. മീൻസ് ടീം എ ആണ് ജയിച്ചത്. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ മത്സരം വെക്കുന്നുണ്ട്. അപ്പം ഇതിൽ അവർ ജയിച്ചുകൊണ്ട് പോയി. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തു. അതെന്തോ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നൊരു ഫോട്ടോ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, വൈകുന്നേരമാണ് പോയതെന്ന്. ആ വൈകുന്നേരം പോയതാണ് ഈ ഫോട്ടോസ്. ഇത് പള്ളിയിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ വൈകുന്നേരം രാത്രിയായിരുന്നു വീട്ടിലെത്തിയത്. എന്താ വെച്ചാൽ വൈകുന്നേരമാണ് നമ്മൾ ഫോട്ടോഷൂട്ടിനെല്ലാം പോയത്. എന്നിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയി. നമ്മളൊരു കുളത്തിലായിരുന്നു ഫോട്ടോഷൂട്ടിന് പോയത്. എന്തെല്ലോ പോസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അത് രണ്ടും എൻ്റെ ഏച്ചിയാണ്. അപ്പം ഇതാണ് എൻ്റെ ഏട്ടൻ, ഇതെൻ്റെ അമ്മ. അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസാണ്. ഇത് ഞാനിങ്ങനെ വെള്ളം തെറിപ്പിക്കുമ്പോൾ കറക്റ്റ് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ബൈ.